സർക്കാരിലെ പത്മ പുരസ്കാരങ്ങൾ നോക്കാം. ആദ്യം പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്? ആദ്യമായിട്ട് ശ്രീ VS അച്യുതാനന്ദൻ. കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദന് ലഭിച്ചു. മരണാനന്തര ബഹുമതിയാണ്. നമുക്കറിയാം VS അച്യുതാനന്ദൻ പൊതുകാര്യമാണ്. കേരള മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. 2025 ജൂലൈ 21 അന്തരിച്ചു. രണ്ടാമത്തെ വ്യക്തി ശ്രീ P നാരായണൻ. കേരളത്തിൽ നിന്നും രണ്ടാമത് പത്മവിഭൂഷൺ ലഭിച്ചത് ശ്രീ P നാരായണൻ. വിദ്യാഭ്യാസവും സാഹിത്യമാണ് മേഖല. ജന്മഭൂമി പത്രാധിപനായിരുന്നു. ജന്മഭൂമി പത്രാധിപനായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. മൂന്നാമത്തെ ആള് ശ്രീ KT തോമസ്. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ച മൂന്നാമത്തെ വ്യക്തി ശ്രീ KT തോമസ് ആണ്. പൊതുകാര്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ മേഖല. സുപ്രീം കോടതി ജഡ്ജായിരുന്നു. സോളമന്റെ തേനീച്ചകൾ എന്ന കൃതി രചിച്ചത് ശ്രീ KT തോമസ് ആണ്. അപ്പൊ കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ചത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ P നാരായണൻ, ശ്രീ KT തോമസ്. അടുത്ത 4ാമത്തെ വ്യക്തി ആരാണ്? ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അഥവാ ധർമ്മേന്ദ്ര എന്നറിയപ്പെടും അല്ലെ. ധർമ്മേന്ദ്ര നമുക്കറിയാം സിനിമയാണ് അല്ലെ. സിനിമയാണ്, ബോളിവുഡ് ഹിന്ദി നടനാണ്. മഹാരാഷ്ട്രയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ലോക്സഭാംഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. 2004 മുതൽ 2009 വരെ ലോക്സഭാംഗമായിരുന്നു. മണ്ഡലം എന്ന് പറയുന്നത് ബിക്കാനീരാണ്, രാജസ്ഥാൻ. 2025 നവംബർ 24 അന്തരിച്ചു. 2025 നവംബർ 24 അന്തരിച്ചു. 5ാമത്തെ വ്യക്തി ആരാണ്? പത്മവിഭൂഷൺ ലഭിച്ച 5ാമത്തെ വ്യക്തി ശ്രീമതി N രാജമാണ്. ശ്രീമതി N രാജം. ഉത്തർപ്രദേശാണ് സംസ്ഥാനം. കലയാണ് മേഖല. അപ്പൊ ആർക്കൊക്കെയാണ് പത്മവിഭൂഷൺ ലഭിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. ശ്രീ VS അച്യുതാനന്ദൻ കേരളം, ശ്രീ P നാരായണൻ കേരളം, ശ്രീ KT തോമസ് കേരളം, ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ മഹാരാഷ്ട്ര, ശ്രീമതി N രാജം ഉത്തർപ്രദേശ്. അടുത്തത് പത്മഭൂഷൺ നോക്കാം. പത്മഭൂഷൺ 13 പേർക്കാണ് ലഭിച്ചത്. അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ നിന്ന് 2 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. ആർക്കൊക്കെയാണ്? ശ്രീ മമ്മൂട്ടി, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടി നമുക്കറിയാം കലയാണ്, സിനിമയാണ് അല്ലെ, കല. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം പൊതുകാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ 2 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. ഒന്ന് മമ്മൂട്ടി, പിന്നൊന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇനി അടുത്തത് ആർക്കൊക്കെയാണ് പത്മഭൂഷൺ ലഭിച്ചതെന്ന് നോക്കാം. അൽക്ക യാഗ്നിക്ക് മഹാരാഷ്ട്രയാണ്. അൽക്ക യാഗ്നിക്ക് മഹാരാഷ്ട്ര. ഗായികയാണ് അല്ലെ, ഗായികയാണ്. ശ്രീ ഭഗത് സിംഗ് കോശ്യാരി ഉത്തരാഖണ്ഡ് ആണ്, പൊതുകാര്യം. ശ്രീ ഭഗത് സിംഗ് കോശ്യാരി ഉത്തരാഖണ്ഡ്, പൊതുകാര്യം. അടുത്തത് ശ്രീ കല്ലിപ്പെട്ടി രാമസ്വാമി പളനിസ്വാമി. തമിഴ്നാടാണ് സ്ഥലം. ശ്രീ കല്ലിപ്പെട്ടി രാമസ്വാമി പളനിസ്വാമി തമിഴ്നാടാണ് സ്ഥലം. വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രമാണ് മേഖല. അടുത്തത് ഡോക്ടർ നോരി ദത്താത്രേയുഡു, അമേരിക്കയാണ്. ശ്രീ ഡോക്ടർ നോരി ദത്താത്രേയുഡു, അമേരിക്ക, വൈദ്യശാസ്ത്രം. അടുത്തത് ശ്രീ ഉദയ് കോട്ടക്, മഹാരാഷ്ട്രയാണ്. വ്യാപാര വ്യവസായ മേഖലയാണ്. ശ്രീ ഉദയ് കോട്ടക്, മഹാരാഷ്ട്ര, വ്യാപാര വ്യവസായം. ശ്രീ SKM മൈലാനന്ദൻ. അടുത്ത ആരാണ്? ശ്രീ SKM മൈലാനന്ദൻ, തമിഴ്നാടാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്. ശ്രീ SKM മൈലാനന്ദൻ, തമിഴ്നാട്, സാമൂഹ്യ പ്രവർത്തനം. അടുത്ത പത്മഭൂഷൺ ലഭിച്ചത് ആരൊക്കെയാണ്? ശ്രീ ശതാവധാനി R ഗണേഷ്, കർണാടകയാണ് സംസ്ഥാനം. ശ്രീ ശതാവധാനി R ഗണേഷ്, കർണാടക, കലയാണ് മേഖല. അടുത്തത് ശ്രീ വിജയ് അമൃതരാജ്, അമേരിക്ക, കായികമാണ്, കായിക രംഗമാണ്. ശ്രീ വിജയ് അമൃതരാജ്, അമേരിക്ക, കായികം. ശ്രീ VK മൽഹോത്ര. ശ്രീ VK മൽഹോത്ര ഡൽഹിയാണ്, പൊതുകാര്യമാണ്, മരണാനന്തര ബഹുമതിയാണ്. ശ്രീ VK മൽഹോത്ര ഡൽഹി, പൊതുകാര്യമാണ്, മരണാനന്തര ബഹുമതി. ശ്രീ പീയൂഷ് പാണ്ഡെ മഹാരാഷ്ട്രയാണ്, കലാരംഗമാണ്. ശ്രീ പീയൂഷ് പാണ്ഡെ മഹാരാഷ്ട്ര, കല, മരണാനന്തര ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ശ്രീ ഷിബു സോറൻ ജാർഖണ്ഡ് ആണ്, പൊതുകാര്യം, മരണാനന്തര ബഹുമതിയാണ്. ശ്രീ ഷിബു സോറൻ ജാർഖണ്ഡ്, മേഖല എന്താണ്? പൊതുകാര്യമാണ്, മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. അടുത്തതാണ് പത്മശ്രീയാണ്. പത്മശ്രീ 113 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. അതില് 3 മലയാളികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ശ്രീമതി കലാമണ്ഡലം വിമല മേനോൻ. ഒന്നാമത്തേത് ശ്രീമതി കലാമണ്ഡലം വിമല മേനോൻ, കലയാണ് മേഖല. അടുത്തത് ശ്രീമതി കൊല്ലക്കൽ ദേവകി അമ്മ. ശ്രീമതി കൊല്ലക്കൽ ദേവകി അമ്മ, സാമൂഹ്യ പ്രവർത്തനം.
അടുത്തത് ശ്രീ എ ഇ മുത്തുനായകം, ശാസ്ത്രം എഞ്ചിനീയറിംഗ് ആണ്. ശ്രീ എ ഇ മുത്തുനായക, ശാസ്ത്രം എഞ്ചിനീയറിംഗ്. അങ്ങനെ 3 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ശ്രീമതി കലാമണ്ഡലം വിമല മേനോൻ, ശ്രീമതി കൊല്ലക്കൽ ദേവകിയമ്മ, ശ്രീ എ ഇ മുത്തുനായകം. അങ്ങനെ 3 പേർക്കാണ് കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ചത്. മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ നോക്കാം. പത്മശ്രീ ലഭിച്ചത് ശ്രീമതി ഹർമിൻ പ്രീത് സിംഗ്, പഞ്ചാബാണ്, ക്രിക്കറ്റ്. നമുക്കറിയാം ശ്രീമതി ഹർമിൻ പ്രീത് സിംഗ് പഞ്ചാബാണ് സംസ്ഥാന, ക്രിക്കറ്റാണ്. ശ്രീ രോഹിത് ശർമ്മ, മഹാരാഷ്ട്ര, കായികമാണ്. രോഹിത് ശർമ്മ നമുക്കറിയാം, ക്രിക്കറ്റാണ്. ശ്രീമതി സവിത പുനിയ, ഹരിയാന, അത് കായികമാണ്. അടുത്തത് ആർ മാധവൻ, മഹാരാഷ്ട്രയാണ് സ്ഥലം, കല. നമുക്കറിയാം ആർ മാധവൻ സിനിമയാണ്. മഹാരാഷ്ട്ര പത്മശ്രീ ലഭിച്ചിരിക്കുന്നത്. ശ്രീ വ്ളാഡിമിർ മെസ്റ്റീരിഷ്വലി, ജോർജിയയാണ് രാജ്യം. ശ്രീ വ്ളാഡിമിർ മെസ്റ്റീരിഷ്വലി, ജോർജിയ, കായികമാണ്. അത്രയാണ് പത്മ അവാർഡുകൾ. അടുത്തത് നമുക്ക് നോബൽ സമ്മാനങ്ങൾ നോക്കാം. 2025 നോബൽ സമ്മാനങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഭൗതിക ശാസ്ത്രം. ഭൗതിക ശാസ്ത്രത്തിന് 3 പേർക്കാണ് അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത്. ജോർജ് ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. അപ്പൊ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. ജോൺ ക്ലാർക്ക് UK ആണ്. രാജ്യവും പഠിക്കണം. എന്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്, ഏത് വിഷയത്തിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതും പഠിക്കണം. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ജോൺ ക്ലാർക്ക് UK, മിഷേൽ എച്ച് ഡെവോറൈറ്റ് ഫ്രാൻസ് ആണ്. മിഷേൽ എച്ച് ഡെവോറൈറ്റ് ഫ്രാൻസ്. ജോൺ എ മാർട്ടിനിസ് USA. ജോൺ എം മാർട്ടിനിസ്. 2 ജോൺ. ഭൗതികശാസ്ത്രത്തിന് 2 ജോൺ ഉണ്ട്. ഏതൊക്കെയാണ്? ജോൺ ക്ലാർക്ക് ഉണ്ട്, ജോൺ എം മാർട്ടിനിസ് ഉണ്ട്. ഒരാള് UK, ഒരാള് USA. മിഷേൽ എച്ച് ഡെവോറൈറ്റ് ഫ്രാൻസ്. അപ്പം വിഷയം എന്താണ്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. എന്താണ്? ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിന്റെയും ഊർജ ക്വാണ്ടൈസേഷന്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അടുത്ത രസതന്ത്രം നോക്കാം. രസതന്ത്രത്തിന് 3 പേർക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തേത് സുസൂമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. അപ്പൊ സുസൂമു കിറ്റഗാവ ജപ്പാനാണ്. സുസൂമു കിറ്റഗാവ ജപ്പാൻ. റിച്ചാർഡ് റോബ്സൺ UK. ഒമർ എം യാഗി ജോർദാൻ. അങ്ങനെ 3 പേർക്കാണ് രസതന്ത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനി സബ്ജക്ട് എന്താണ്? പുതിയ തരം തന്മാത്രാ വാസ്തുവിദ്യ വികസിപ്പിച്ചതിന്, മോളിക്കുലാർ ആർക്കിടെക്ചർ. പുതിയ തരം തന്മാത്രാ വാസ്തുവിദ്യ വികസിപ്പിച്ചതിനാണ് കെമിസ്ട്രിക്ക് 3 പേർക്ക് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത വൈദ്യശാസ്ത്ര നോബൽ നോക്കാം. വൈദ്യശാസ്ത്രത്തിന് ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? അത് 3 പേരാണ് പങ്കിട്ടിരിക്കുന്നത്. മേരി ഇ ബ്രാങ്കോ, ഷിമോൻ സഗാകുച്ചി, ഫ്രെഡറിക് ജെ റാംസ്ഡെൽ. അപ്പൊ ആർക്കൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ ലഭിച്ചിരിക്കുന്നത്? മേരി ഇ ബ്രാങ്കോ USA ആണ്. മേരി ഇ ബ്രാങ്കോ USA. ഷിമോൻ സഗാകുച്ചി ജപ്പാൻ. ഫെഡറിക് ജെ റാംസ്ഡെൽ USA. അങ്ങനെ 3 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഇനി അവരുടെ വിഷയം എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കാണ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കാണ് വൈദ്യശാസ്ത്രത്തില് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഇനി സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്കെ, ഹംഗറിക്കാരനാണ്. സാഹിത്യത്തിന് നോബൽ ലഭിച്ചിരിക്കുന്നത്. ഇനി ഏതാണ് വിഷയം? വിനാശകരമായ ഭീകരതയുടെ നടുവിലും കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശക്തവും ദീർഘവീക്ഷണമുള്ളതുമായ രചനാ സമുച്ചയത്തിനാണ് പുരസ്കാരം. അപ്പൊ എന്തിനാണ് പുരസ്കാരം? വിനാശകരമായ ഭീകരതയുടെ നടുവിലും കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശക്തവും ദീർഘവീക്ഷണമുള്ളതുമായ രചനാ സമുച്ചയത്തിനാണ് പുരസ്കാരം.
ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കൃതികളാണ്. ഒന്ന് സാത്താൻ ടാങ്കോ, ദി മെലഞ്ചോളി ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ ഏതൊക്കെയാണ് കൃതികൾ? സാത്താൻ ടാങ്കോ, ദി മെലഞ്ചോളി ഓഫ് റെസിസ്റ്റൻസ് എന്നീ രണ്ട് ഇമ്പോർട്ടന്റ് കൃതികളാണ് ഉള്ളത്. ഈ സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ, വെനസ്വേലക്കാരിയാണ്. മരിയ കൊറീന മച്ചാഡോ, വെനസ്വേല. അപ്പം എന്താണ് വിഷയം? വെനസ്വേലൻ ജനതയ്ക്ക് വേണ്ടി ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള അവരുടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾക്കും ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റത്തിനായി അവർ നടത്തിയ പോരാട്ടത്തിനുമാണ് പുരസ്കാരം. അപ്പൊ എന്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? മരിയ കൊറീനോ മച്ചാഡോയ്ക്കാണ് സമാധാനത്തിനുള്ള 2025 നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. വെനസ്വേലക്കാരിയാണ്. അപ്പൊ വിഷയം എന്താണ്? വെനസ്വേലൻ ജനതയ്ക്ക് വേണ്ടി സമാധാനപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള അവരുടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾക്കും ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റത്തിനായി അവർ നടത്തിയ പോരാട്ടത്തിനുമാണ് പുരസ്കാരം. പിന്നെ അദ്ദേഹം ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്, അഥീന ഫൗണ്ടേഷൻ. തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് അഥീന ഫൗണ്ടേഷൻ. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിന് പ്രൈസ് 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ജോയൽ മോക്കിർ, നെതർലാൻഡ്സുകാരനാണ് ജോയൽ മോക്കിർ, നെതർലാൻഡ്സ്. പിന്നെ ആരാണ്? ഫിലിപ്പ് അഗ്രിയോൺ, ഫ്രാൻസ് ആണ്. ഫിലിപ്പ് അഗിയോൺ, ഫ്രാൻസ്. പീറ്റർ ഹൊവാർഡ്, കാനഡ. പീറ്റർ ഹൊവാർഡ്, കാനഡ. അപ്പൊ വിഷയം എന്താണ്? ഇവര് ജോയൽ മോക്കിറിന് സാമ്പത്തിക ശാസ്ത്രത്തില് പ്രൈസ് ലഭിച്ചിരിക്കുന്ന വിഷയം സാങ്കേതിക പുരോഗതിയിലൂടെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ആവശ്യമായ മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് പുരസ്കാരം. അപ്പൊ ജോയൽ മോക്കിറിന്റെ വിഷയം എന്താണ്? സാങ്കേതിക പുരോഗതിയിലൂടെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ആവശ്യമായ മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് പുരസ്കാരം. അപ്പൊ ഹാഫ് മണി ആർക്കാണ് കിട്ടുന്നത്? ജോയൽ മോക്കറിനാണ് കിട്ടുന്നത്. ബാക്കി പകുതി പ്രൈസ് അല്ലെങ്കിൽ പകുതി മണി കിട്ടുന്നത് ഫിലിപ്പ് അഗിയോണിനും പീറ്റർ ഹൊവാർഡിനുമായിരിക്കും പങ്കിട്ടെടുത്തിരിക്കുന്നത്. അപ്പൊ ഫിലിപ്പ് അഗിയോണിന്റെയും പീറ്റർ ഹൊവാർഡും അവരുടെ വിഷയം എന്താണ്? ക്രിയാത്മകമായ വിനാശത്തിലൂടെയുള്ള സുസ്ഥിരമായ വളർച്ചയുടെ സിദ്ധാന്തത്തിന് സംയുക്തമായിട്ടാണ് അവർക്ക് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും വിഷയം എന്താണ്? ക്രിയാത്മകമായ വിനാശത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് അവർക്ക് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയാണ് പത്മ പുരസ്കാരവും നോബൽ പ്രൈസും.